എന്റെ പ്രവർത്തകരാണ് ഹണ്ട് ചെയ്യപ്പെടുന്നത്. കുറ്റം ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും. ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ കുട്ടികളെ പിറകെ നടന്ന് അടിച്ചും ഇടിച്ചും വെട്ടിയും കുത്തിയും ആശുപത്രിയിലാക്കി അതിന്റെ അകത്ത് വന്നിട്ട് ഞങ്ങൾ പ്രതികൂട്ടിക്കേറി നിൽക്കുക എന്ന് പറയുമ്പോഴുണ്ടാകുമെന്ന മനോവിഷമം എന്റെ സ്ഥാനത്തിരുന്ന് പ്ലീസ് ഒന്നാലോചിക്കും. എന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുക രണ്ടാണ്, എന്നിട്ടൊന്ന് ആലോചിക്കും. എന്നിട്ട് എന്റെ വികാരത്തെ കാണുന്നുണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ? എനിക്ക് വേണ്ടി ചോരയും നീരും തരുന്ന ഈ പാർട്ടിക്ക് വേണ്ടി രാവും പോലെ പണിക്കുന്ന കുട്ടികളോട് എനിക്ക് എന്റെ പ്രതിബദ്ധതയുണ്ട്. അതെന്റെ നേച്ചറാണ്. അവരെ നിങ്ങൾ അനാവശ്യമായി പ്രതികൂട്ടിൽ കയറ്റി വിസ്തരിക്കുമ്പോൾ എനിക്ക് സഹിക്കില്ല. അവർ കുറ്റവാളികളല്ല. അവരാരും വെട്ടാൻ പോയിട്ടില്ല. അവർ എസ്എഫ്ഐക്കാർ തല്ലാൻ പോയിട്ടില്ല, കല്ലെറിയാൻ പോയിട്ടില്ല. പിന്നെ എന്തിനാ അവരല്ലേ കോടതി കേസ് ജയിലിൽ കിടക്കുന്നത്? എന്തിന്? ആരുണ്ടാക്കിയ സർക്കംസ്റ്റാൻസാ? ഒന്ന് ചിന്തിക്ക്. നിങ്ങളുടെ മക്കളാണ് ആ സ്ഥാനത്തെങ്കിൽ വാട്ട് യു ഫീൽ? 13 വർഷം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നത് പ്രവർത്തകരെ പിൻബലത്തോടെയാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്റെ അമ്മ വരാന്തയിലിരിക്കും. എന്നെ കാണുന്നത് വരെ നോക്കും. തിരിച്ചു വരും ഉറപ്പില്ല. അപ്പം ഇവിടെ നിങ്ങൾ പലപ്പോഴും ഇത് കള്ളപ്രചരണം നടത്തി ആളുകളെ വഴിതെറ്റിച്ച് സുധാകരനൊരു ക്രിമിനൽ എന്ന് വരുത്താൻ നടത്തുന്ന ശ്രമമുണ്ടല്ലോ, കണ്ണൂരിലെ ജനം സ്വീകരിച്ചിട്ടില്ല. എതിർക്കുന്നത് അക്രമത്തെയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അല്ല എതിർക്കുന്നത്. കണ്ണൂരിൽ നിങ്ങൾ വരണം, പാർട്ടി ഗ്രാമങ്ങളൊന്ന് പരിശോധിക്കണം. അവിടെ കോൺഗ്രസിലെ കുടുംബത്തിലെ കുട്ടികൾക്ക് പെണ്ണന്വേഷിക്കാൻ വന്നാൽ പോലും തിരിച്ചയക്കുന്ന ഗ്രാമമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസുകാരന്റെ കുടുംബത്തിലെ കിണറ്റിൽ ചത്ത പാമ്പിനെ കൊണ്ടിടുന്ന എത്രയോ സംഭവങ്ങൾ, പട്ടിയെ കൊന്ന് കിണറ്റിലിട്ട സംഭവങ്ങൾ, ബാർബർ ഷാപ്പിലെ മുടി കൊണ്ടുവന്നിട്ട സംഭവങ്ങൾ, വാഴയും തെങ്ങും കവുങ്ങും വെട്ടി നുറുക്കി മമ്പറം പുഴ പോലുള്ള പുഴകളിൽ ഒഴുക്കിയതിന്റെ ഫോട്ടോ വേണോ? ഞാൻ ഐ വിൽ ഷോ യു. പോകാൻ വഴി കൊടുക്കില്ല, സാമൂഹ്യ ഭ്രഷ്ട് കൽപ്പിക്കും. മരിക്കാൻ പോകുന്നു, 100 രൂപക്കൊരു മരുന്ന് വാങ്ങാൻ 100 രൂപ വെച്ചാൽ കൊടുക്കില്ല. എന്നിട്ടും അതിനെ അതിജീവിക്കുന്ന പ്രവർത്തകന്മാരെ അടിച്ചും ഇടിച്ചും വെട്ടിയും കൊന്നും. ഞാൻ അക്രമി എന്നാണ് പറയുന്നത്. എന്നെ ആക്രമിക്കുക, എന്നെ കൊല്ലാൻ ശ്രമിക്കുക. 3 വട്ടം എന്നെ കൊല്ലാൻ ശ്രമിച്ച പൊതുയോഗത്തിൽ നിരന്തരം പ്രസംഗിച്ച് ഇവനെ ജീവിക്കാൻ അനുവദിക്കണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് നിരവധി പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോടല്ല ഞാൻ എതിർക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ തെറ്റായ നയത്തെയാണ്, അക്രമ ഭാഷയാണ്, അക്രമ പ്രവർത്തനം. ഞാൻ അവസാനത്തെ രക്തം എന്റെ വർക്കേഴ്സിന് വേണ്ടി ഞാൻ ചെലവഴിക്കും. എന്റെ സംരക്ഷണം അവസാനത്തെ ശ്വാസം വരെ അവർക്കുണ്ടാകും. അവർ തർക്കം വേണ്ട. അത് അക്രമാണെന്നോ അത് ഗുണ്ടായിസമാണെന്നോ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എന്റെ പ്രവർത്തകരുടെ ജീവനും എനിക്ക് പ്രധാനമാണ്. ഇവിടെ വിട്ടുകൊള്ളുന്ന പ്രവർത്തകന്മാർക്ക് ആവശ്യമായ പിന്തുണയും ആവശ്യമായ സഹായവും പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ നിന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഐ വിൽ റെക്ടിഫൈ ഇറ്റ്. അതിന് സംവിധാനം കൊടുക്കും. ഒരു മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകന് സുരക്ഷിതത്വം കൊടുക്കാൻ സാധിക്കാത്ത മണ്ഡലം കമ്മിറ്റിയെ വെച്ച് പൊറുപ്പിക്കില്ല. അവന് നിയമസഹായം കൊടുക്കണം, അവന് വൈദ്യസഹായം കൊടുക്കണം. കുടുംബം നഷ്ടപ്പെട്ടു പോയാൽ, വ്യക്തി നഷ്ടപ്പെട്ടു പോയാൽ കുടുംബത്തിന് സഹായിക്കണം. ഞങ്ങളൊക്കെ അവിടെ ഒരു കുടുംബത്തിൽ, മരിച്ചുപോയ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും നമ്മൾ ജോലി കൊടുത്തിട്ടുണ്ട്, അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംരക്ഷിക്കണം. സുരക്ഷിതത്വ ബോധമില്ലാത്തൊരു പാർട്ടിക്കകത്ത് ചെറുപ്പക്കാർ കടന്നു വരുമോ? ഇന്നത്തെ കാലം സംരക്ഷണമല്ലേ ഏറ്റവും പ്രധാനം. സംരക്ഷണമില്ലാത്തൊരു പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കാൻ ആൾക്കെന്താ ഭ്രാന്ത്? എന്റെയും എന്റെ കുടുംബത്തിന്റെയും സംരക്ഷണം ഏറ്റെടുക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് കോൺഗ്രസോടൊപ്പം നിൽക്കണം? ചെറുപ്പക്കാർ ചോദിക്കില്ലേ?